നിയമസഭയിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. എംഎൽഎമാരായ സനീഷ് കുമാർ ജോസഫ്, എ.കെ. അഷ്റഫ് എന്നിവർ സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. അതിക്രമം നടത്തുന്ന പോലീസുകാരെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. പോലീസ് അതിക്രമത്തിൽ മേലുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തിയത്. ഇപ്പോൾ പുറത്തുവന്ന കേസുകളിൽ ഉത്തരവാദികളായ ആളുകളെ, കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി ചെയ്ത അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് വരെ സാർ ഞങ്ങൾ ഈ സമരം തുടരും. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നാണ്. അവരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ഭാവം എങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം മൗനം പാലിച്ചത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. അങ്ങ് പറഞ്ഞേ മതിയാവൂ ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ. സാർ, അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹാളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ 2 എംഎൽഎമാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷ്റഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക. ഇതിനൊരു നടപടി എടുക്കുന്നത് വരെ വേണം. ഇതിനൊരു നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ പുറത്തു വന്ന കേസുകളിൽ ഉത്തരവ് സ്വീകരിക്കില്ല എന്നാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ വിഷയം കസ്റ്റഡി മർദ്ദനം ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർത്തുവന്ന് വിചാരിച്ച വിഷയം തന്നെയാണ് ഇന്ന് അടിയന്തര പ്രമേയമായി അവർ കൊണ്ടുവന്നത്. ചർച്ചയുണ്ടായി, പക്ഷേ തൃപ്തികരമായ മറുപടിയോ നടപടിയോ അല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ നിർണായകമായ നീക്കമാണ് പ്രതിപക്ഷം നടത്തിയത്. ഈ അനിശ്ചിതകാല സമരം എന്താണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം, നിലപാട്? ആര്യ, കസ്റ്റഡി മർദ്ദകരായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ, അവരെ പുറത്താക്കുമോ ഇല്ലയോ എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. ഈ ഒറ്റ ചോദ്യമാണ് അടിയന്തര പ്രമേയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും വിഷയവും. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞപ്പോൾ 2 മണിക്കൂർ 40 മിനിറ്റ് നീർന്ന ചർച്ചയിൽ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം നടപ്പാകില്ല എന്ന് തന്നെയാണ്. അതായത് ഇത്തരം കേസുകളിലെല്ലാം തന്നെ കുന്നംകുളത്തെ ആണെങ്കിലും പീച്ചിയിലെ ആണെങ്കിലും കുണ്ടറയിലെ ആണെങ്കിലും അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവന്ന വിഷയങ്ങളിലെല്ലാം തന്നെ ഓരോ പോലീസുകാർക്കെതിരായ കുറ്റത്തിൻ്റെ കാഠിന്യം പരിശോധിച്ച് പുറത്താക്കൽ അടക്കമുള്ള നടപടി സർക്കാർ സ്വീകരിക്കും എന്ന് പറഞ്ഞു വെച്ചതല്ലാതെ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്കാർക്കെതിരെയും ഇവരാരെയും പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കുകയാണ്. മാത്രമല്ല ഈ കാലയളവിൽ ഇതിനോടകം ഈ സംഭവങ്ങളെല്ലാം മുൻകാലങ്ങളിൽ ഉണ്ടായതാണ്. ഈ സംഭവങ്ങളെല്ലാം തന്നെ വന്ന അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, പോലീസുകാർക്കെതിരായ അച്ചടക്ക നടപടികൾ, അവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി, ഒപ്പം ഇവരുടെ വാർഷിക ഇൻക്രിമെൻറ്റ് ഇത് പിടിച്ചു വയ്ക്കുന്ന നടപടി, സസ്പെൻഡ് ചെയ്യുന്ന നടപടി, ഇതെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിലെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് പോലീസ് ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്, പക്ഷേ ചിലർക്ക് മാത്രം ഇത് മനസ്സിലാകുന്നില്ല. അത് മുൻകാലങ്ങളിലെ പോലീസ് നയം ആണ് ഇപ്പോഴും എന്നവർ ധരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ വളരെ കുറച്ച് മാത്രമാണ്. മാത്രമല്ല പോലീസിലെ കുറ്റവാളികൾക്കെതിരെ പിരിച്ചുവിടുന്ന നടപടിയടക്കം 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ നടപ്പാക്കി വരുന്നു. അത് ഈ സെപ്റ്റംബർ വരെ ആകുമ്പോൾ 144 പേരെ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന പ്രകാരം ആരെയും പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ 2 എംഎൽഎമാർ സനീഷ് കുമാർ ജോസഫും അതുപോലെ എ.കെ. അഷ്റഫും ഇവർ 2 പേരും നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും സഭാ സമ്മേളനം 3 ഘട്ടമായിട്ടാണ്. 1 മാസത്തോളം നീളുന്നെങ്കിലും 12 ദിവസം മാത്രമാണ് സഭാ സമ്മേളനം ഉള്ളത്. അതിൽ സെപ്റ്റംബർ 15, അതായത് ഇന്നലെ മുതൽ 19 തീയതി വരെ, 29, 30 തീയതികളിൽ, പിന്നെ സെപ്റ്റംബർ 6 മുതൽ 10 വരെ ഈ ഇടവേളകളുള്ള ദിവസങ്ങളിൽ സത്യാഗ്രഹം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം പ്രതിപക്ഷം വിശദീകരിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭ പരിപാടി വരും ദിവസം ഈ സഭ കഴിഞ്ഞാലും പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ സഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ശരി പ്രശാന്ത്.